അഭിമന്യു കേസിനൊപ്പം UAPA കേസ് രേഖയും കോടതിയിൽ നിന്ന് കാണാതായി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർത്തിയുള്ള ഭീകരവാദ കേസിലെ രേഖകൾ കൂടി നഷ്ടപ്പെട്ടത്. രേഖകൾ നഷ്ടമായ കേസ് സംബന്ധിച്ച വിവരങ്ങൾ ജനം ടിവിക്കും ലഭിച്ചു. അഭിമന്യു കേസിലെ നിർണായകമായ 13 രേഖകൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് UAPA കേസിലെയും NDPS കേസിലെയും രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വധഭീഷണി സന്ദേശങ്ങൾ കൈമാറിയതിന് UAPA വകുപ്പ് ചുമത്തി കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണ രേഖകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായത്. തമിഴ്നാട്ടുകാരായ 5 പേരാണ് കേസിലെ പ്രതികൾ. 2016 രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് കേസ് രേഖകൾ കാണാനില്ലെന്ന് വ്യക്തമായത്. പ്രതികളായ 5 പേരും രാജ്യത്തെ വിവിധ ജയിലുകളിൽ റിമാൻഡിലാണുള്ളത്. വേറെയും ഗുരുതരമായ കേസുകൾ പ്രതികൾക്കെതിരെയുണ്ട്. ഇതിനൊപ്പം ഒരു ലഹരിമരുന്ന് കേസിലെയും രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദ സംഘം കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും കാഷ്വാലിറ്റി രജിസ്റ്ററും CRPC മൊഴികളുമടക്കം 13 രേഖകൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായിരുന്നു. വിചാരണ തുടങ്ങാനിരിക്കെയായിരുന്നു അഭിമന്യു കേസിലെയും രേഖകൾ നഷ്ടമായത്. കഴിഞ്ഞ ഡിസംബറിലാണ് സെഷൻസ് ജഡ്ജി രേഖകൾ കാണാതായത് ഹൈക്കോടതിയെ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്തുക ലക്ഷ്യമിട്ടുള്ള നിരന്തരമായ സന്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറിയ പ്രതികൾക്കെതിരായ പ്രധാനപ്പെട്ട രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. UAPA കേസിലെ രേഖകൾ നഷ്ടമായിട്ടും ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അഭിമന്യു കേസിലെ 13 രേഖകൾ ഹാജരായതിന് പിന്നാലെയാണ് ഭീകരവാദ കേസിലെയും രേഖകൾ കാണാതായിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.